ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വൈകുന്നേരത്തിന് ശേഷമുള്ള ഒരു മിനി വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ ചാനൽ. രാത്രി 7:30 ഇപ്പോൾ കാക്കു വന്നാണ്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഉപ്പാക്കുള്ള ചപ്പാത്തിയൊന്നും റെഡിയാക്കിയില്ലായിരുന്നു. ഉപ്പ രാത്രി ചപ്പാത്തി കഴിക്കൽ. അപ്പോൾ പിന്നെ കുറച്ച് ഏറെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കണ്. രാത്രിക്കൊക്കെ ചോറും കുറച്ച് കമ്മിയുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാൻ ഏതായാലും ടൈമില്ലാത്തതുകൊണ്ട് തന്നെ പൊറാട്ട മേടിക്കാൻ വിചാരിച്ചു. കറി കുറച്ച് ചോറൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി തേങ്ങ അരച്ച് പാരി ചെയ്തത്. കാക്കു തന്നെ തേങ്ങയൊക്കെ എനിക്ക് ചിരവി തന്നത്. ഞാൻ വേഗം അത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്ത് കണ്ട് കറിക്ക് പാർന്നു. പക്ഷെ കറി കാണാനൊരു ലുക്കില്ലാത്തതുകൊണ്ട് തന്നെ തൂമിച്ചപ്പയ്ക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കണ്ടാക്കിയപ്പോൾ കാണാനൊക്കെ നല്ലതായി. ഞങ്ങൾ പോയി വരട്ടോ. ഇതുണ്ടോ? ഞാൻ പെട്ടെന്ന് തന്നെ ഓനെ മാറ്റിച്ചിട്ട് എനിക്ക് മാറ്റാന്ന് വിചാരിച്ചിരുന്നത്. അതിനോ സമ്മതിക്കണില്ലേനി. ഓൻ പോരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേനി. അതുകൊണ്ട് തന്നെ ഞാനും കാക്കും മാറ്റിയാണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ അപ്പോൾ ഓന് പോരുന്നുണ്ടെന്ന് പറഞ്ഞാണ്ട് വന്നു. ഓനെങ്ങനെയായാലും അറിയാം ഓനെ കൊണ്ടുപോകാതെ പോവില്ലാന്ന്. അതുകൊണ്ട് തന്നെ പോവണീൻ്റെ മുമ്പായിട്ട് ഓന് എന്നും ജാടാണിച്ചിട്ട് തന്നെ പോരുള്ളൂ. ഇന്നേതായാലും ഞാനും കാക്കും വേഗം മാറ്റിയാണ്ട് പുറത്തിറങ്ങാൻ നിന്നു. ഓൻ വിചാരിച്ചു ഓനെ കൊണ്ടുപോകില്ലാന്ന് വിചാരിച്ചിട്ട് അപ്പവും വേഗം വാശി പിടിക്കാൻ നിന്നു. ഓൻ പോരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓനെ മാറ്റിക്കാനൊക്കെ ഭയങ്കര പണിയാണ്. ഓനെന്നെ സമ്മതിച്ച് മാറ്റിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുള്ളൂ. പിന്നെ എവിടെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു ടോയ്സും കൊണ്ടേ പോവുള്ളൂ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് എന്തെങ്കിലും കാണുമ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. ഇങ്ങനെ ടോയ്സും കാര്യങ്ങളും ഓൻ തന്നെ കൈക്കെടുത്തണമെങ്കിൽ പിന്നെ ഒന്നും വേണമെന്നൊന്നും പറയലില്ല. ആദ്യം തന്നെ ഞങ്ങൾ ചെന്നത് ടേബിളിന് ഷീറ്റ് മേടിക്കാനാണ്. അത് കീറിയിട്ട് കുറച്ച് അയക്കണ്. അപ്പം അതിനുള്ള ഷീറ്റ് വേഗം അളന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇസൂനെ പിന്നെ അവിടെ നിന്ന് തൂക്കി നോക്കി. ഓന് ജലദോഷം പിടിച്ചിട്ട് തടിയൊക്കെ പൊയ്ക്കണ നോക്കാൻ. ഒരു 200 ഗ്രാമിൻ്റെ കമ്മിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെരുപ്പും ഒരു കാറ് കൂടിയും വെച്ചിട്ട് നോക്കിയപ്പോൾ ആ 200 ഗ്രാം കൂടിയും കണക്കായി കിട്ടിയതായാലും. കാക്കുവാണെങ്കിൽ എല്ലാതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെടുക്കണോ ഇതെടുക്കണോ ചോദിച്ചാണ്ട്. എന്താ അതിൻ്റെ ഉപയോഗമൊന്നും കാക്കുവിനറിയില്ല. എന്നാലും ഓരോന്ന് എടുക്കല്ലേ പറഞ്ഞാണ്ട് നോക്കുന്നുണ്ട്. പിന്നെ കാക്കു വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ഞാൻ ഈസു അവിടെ പുറത്തിരുന്നിട്ട് ഓന് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ചു. ഞങ്ങൾ 3-4 ഷോപ്പിൽ കയറിയതിന് ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അവിടെ നിന്നൊന്നും പിന്നെ വീഡിയോസൊന്നും എടുത്തിയില്ല. ഏതായാലും വീട്ടിലെത്തിയിട്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കുകയാണ്. മരത്തിൻ്റെ ചട്ടക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിപ്പം കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. അതുകൊണ്ട് തന്നെ പുതിയത് മേടിച്ചത്. അപ്പോൾ ഒന്ന് മേടിക്കാൻ നിന്നപ്പം 3 കിട്ടി. കാക്കുവിനെ കണ്ടപ്പോൾ മറ്റേതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്താണ്. അതിൽ ചെറിയ സ്പൂണ് ഇസൂന് എടുത്ത് കൊടുത്തിട്ട് ഓൻ്റെ വിചാരം അത് ഓൻ്റെതാണെന്നാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഫുള്ള് ഓന് അതുമ്പോൾ തന്നെ ഇനി. അതേപോലെ തന്നെ പിന്നെ സൂപ്പർ ഗ്ലൂവും പിന്നെ അങ്ങനെ ഇറുക്കിയില്ല മറ്റേ പ്ലേറ്റൊക്കെ പിടിക്കണത് അതൊക്കെ. പിന്നെ ടേബിൾ ഷീറ്റ് അങ്ങനത്തെ ഒക്കെ മേടിച്ച് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അതൊക്കെ. ബീഫ് അച്ചാറും അതേപോലെ കണ്ണിമാങ്ങൻ്റെ അച്ചാറൊക്കെ മേടിച്ച്. ഇനി പോയപ്പോൾ അച്ചാർ മേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കാക്കുന്ന ബീഫ് അച്ചാർ മേടിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ബീഫ് അച്ചാർ ഞാൻ മുമ്പ് കഴിച്ചത് വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് കണ്ട്. അപ്പോൾ കാക്കൂന് എന്തായാലും ബീഫ് അച്ചാർ മതിയെന്ന് അതെടുത്തു. കണ്ണിമാങ്ങ പിന്നെ ഞാനെടുത്താണ്. പോന്നപ്പോൾ ഞങ്ങൾ പൊറാട്ട കൂടി മേടിച്ചിനി. അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് ടേബിളിൻ്റെ ഷീറ്റ് വിരിക്കാമെന്നാണ് വിചാരിച്ചത്. ടേബിൾ ഷീറ്റ് പറ്റ മോശമായിക്കണ്. അത് ഇസു കടിച്ച് കീറിയതാണ്. ഫസ്റ്റത്തെ ദിവസം തന്നെ ഓന് കീറാൻ തുടങ്ങിയത്. 2.5 മാസമായിട്ടുള്ളൂ ആകെ മേടിച്ചിട്ട്. അത് മേടിച്ച് കൊടുന്നെന്ന് തന്നെ ഞാൻ ഓനെ ചെയറിലിരുത്തിയിട്ട് കഞ്ഞെടുക്കാൻ പോയപ്പോക്ക് ഓൻ കടിച്ച് കീറിയാണ്. അതിനുശേഷം പിന്നെ എല്ലാ ഭാഗത്തും ഓരോ ദിവസമായിട്ട് അങ്ങനെ കീറിക്കൊണ്ടിരിക്കൽ തന്നെയാണ്. മേടിച്ചപ്പോൾ ഒരു പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, വേഗമൊന്നും കീറൂല എന്നാണ്. പക്ഷേ ഇസു കടിച്ച് കീറുന്നതുകൊണ്ട് എത്ര ക്വാളിറ്റി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. വലിയ ഇരുമ്പിൻ്റെ ഷീറ്റും മേടിച്ചിടേണ്ടി വരും ഓൻ കീറാതൊക്കെയാണെങ്കിൽ. ഈ ഷീറ്റ് വിരിച്ചപ്പോൾ ഞാനും കാക്കുവിനൊക്കെ നല്ലോണം പറഞ്ഞു മനസ്സിലാക്കിന് ഷീറ്റ് കീറരുത് എന്നൊക്കെ. ഓനത് സമ്മതിച്ചൊക്കെ ചെയ്തുകണ്. ഇനി എത്ര ദിവസം നിൽക്കുന്ന ഏതായാലും അത് കണ്ടാൽ തന്നെ അറിയുള്ളൂ. ടേബിൾ ഷീറ്റ് വിരിച്ചതിന് ശേഷം ഞാനും കാക്കുവീസൊക്കെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ നിന്നു. അച്ചാർ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് കഴിച്ചത് എന്താ ടേസ്റ്റ് ഇല്ലാത്ത എനിക്കറിയില്ല. എനിക്ക് പൊതുവേ ഏത് അച്ചാറായാലും ഇഷ്ടമാണ്. ഉപ്പും മുളകും സുറുക്കിയിട്ട് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. നല്ലോണം ആസ്വദിച്ച് എനിക്ക് കഴിക്കാൻ കഴിയും. ഞാനൊരു അച്ചാറിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷൻ തന്നെയാണ് എനിക്കുള്ളത് തോന്നലുണ്ട്. പിന്നെ കാക്കു പൊറാട്ടിക്ക് അച്ചാറും കൂട്ടി കഴിച്ചിട്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും എടുത്ത് കഴിച്ചു നോക്കി. പക്ഷേ കാക്കുവിന് അതിൽ കുറച്ച് ഉപ്പേറുള്ള പോലെ ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. ഉപ്പുണ്ട്, അച്ചാറിലെ ഉപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാക്കു പിന്നെ അതിലേക്ക് കറിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു. ഞാനും ഇസും വേഗം ഫുഡ് കഴിച്ചു.
ഞാൻ പൊറാട്ട തന്നെ കഴിച്ചത്. ഇസുവിന് ഞാൻ കഞ്ഞിയും കൊടുത്തു. പിന്നെ ഞാൻ അന്ന് വീഡിയോസൊന്നും എടുത്തില്ല. വീഡിയോ എടുത്താൽ അത്യാവശ്യം ടൈം വൈകും കിടക്കാൻ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.